ഇനി കർണാടകയിലേക്കാണ് പോകുന്നത്. കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 12:30 ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് പ്രതിജ്ഞ. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷ പാർട്ടികളുടെ സംഗമ വേദിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വിശദാംശങ്ങൾ അജി കുഞ്ഞുമോൻ നൽകും. അജി, വൻ വിജയത്തിന് ശേഷം കോൺഗ്രസിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ആരൊക്കെയാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളുമാകുക, ഉപമുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇവയെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തെ സജീവമാക്കിയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ? തീർച്ചയായും ഫിജി, വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ രമ്യമായി തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് 8 മുതിർന്ന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അധികാരമേൽക്കുന്നത്. DKയ്ക്കും ഒപ്പം തന്നെ സിദ്ധരാമയ്യയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആദ്യം മുഖ്യമന്ത്രിക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പിന്നീട് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനും സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ്. 8 മന്ത്രിമാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ AICC നേതൃത്വം പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഡോക്ടർ G പരമേശ്വര റാവു, ഒപ്പം തന്നെ KH മുനിയപ്പ, മലയാളിയായ KG ജോർജ്, MP പട്ടേൽ, സതീഷ് ജർഖോളി, പ്രിയങ്ക ഗാർഗെ, രാമലിംഗ റെഡ്ഡി, സമീർ അഹമ്മദ് ഖാൻ എന്നിവരാണ് ഈ 8 മന്ത്രിമാർ. ഈ 8 പേരുടെ ലിസ്റ്റാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ സിദ്ധരാമയ്യയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇവരെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ 8 പേരാണ് ഇന്ന് അധികാരമേൽക്കുന്നത്. ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഫിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ ഐക്യവേദി കൂടിയാണ് ഇന്ന് കന്നഡ മണ്ണിൽ നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം തന്നെയും ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കും. സത്യപ്രതിജ്ഞ നടക്കുന്നത് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ്. ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമ്പോൾ അതൊരു പ്രതിപക്ഷ ഐക്യമാക്കി മാറ്റാൻ വേണ്ടിയാണ് AICC നേതൃത്വം ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം തന്നെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഫിജി, അജി, അപ്പോഴും പിണറായി വിജയനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും CPM കേന്ദ്ര നേതൃത്വത്തെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതെ, കേന്ദ്ര നേതൃത്വത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാജയെ അടക്കമുള്ള CPI നേതാക്കളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. യെച്ചൂരിയും പ്രകാശ് കാരാട്ടിനടക്കമുള്ള മുതിർന്ന നേതാക്കളെ ടെലിഫോണിലൂടെ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ആരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉച്ചയ്ക്ക് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. മമതാ ബാനർജി, ഒപ്പം തന്നെ സ്റ്റാലിൻ അടക്കമുള്ള മന്ത്രിമാർ, ശരത് പവാർ അടക്കമുള്ള ആളുകൾ എല്ലാം തന്നെയും, അതായത് BJPക്ക് എതിരെ നിൽക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടുകൂടി ഒരു പ്രതിപക്ഷ ഐക്യം സ്വപ്നം കണ്ടുകൊണ്ട്, അതായത് അടുത്ത ഭരണം NDAയുടെ കയ്യിൽ നിന്നും അടുത്ത ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ മുഖ്യമന്ത്രിമാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതും. സംസ്ഥാന മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ LDFന്റെ നേതാക്കളൊക്കെ ഉന്നയിച്ചിരുന്നു. EP ജയരാജൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും ഉന്നയിച്ചിരുന്നു. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രസക്തിയില്ല, വിവാദപരമായ ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന തരത്തിലാണ് അതായത് സംസ്ഥാന പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. ഫിജി, അജി, അതുപോലെ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ജാതി സമവാക്യങ്ങൾ കൂട്ടിച്ചേർത്താണോ മന്ത്രിസഭാ രൂപീകരണം? തീർച്ചയായും ജാതി സമവാക്യം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ആയിരിക്കും മന്ത്രിസഭാ രൂപീകരണം. പ്രത്യേകിച്ച് മുസ്ലിം, ഒക്കലിംഗ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യമൊക്കെ വളരെ നൽകിക്കൊണ്ട് തന്നെയായിരിക്കും മന്ത്രിസഭാ രൂപീകരണം. ഈ തുടക്കത്തിലെ പട്ടിക കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും വ്യക്തമാണ് ന്യൂനപക്ഷ
സമുദായങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കാണാനും കഴിയും. കാരണം ഒരു മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നടക്കുന്നുണ്ട്. അതായത് BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന തലത്തിൽ ആകും ഭരണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും അക്കാര്യത്തിൽ വളരെയധികം പക്വതാപൂർവമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജി കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് 12:30-ക്കാണ് ശ്രീകണ്ഠാരവ സ്റ്റേഡിയത്തിൽ ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാർ, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്.